ഹായ്, ഞാൻ ആഷ. ഇതൊരു എഗ് ഗ്രേവി റെസിപ്പിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നല്ല തിക്കായിട്ട് തേങ്ങയൊന്നും അരയ്ക്കാണ്ട് അധികം മസാല ഇല്ലാണ്ട് കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല തിക്കായിട്ട് റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു 4 മുട്ടയാണ് ഇവിടെ പുഴുങ്ങി വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് വറുത്തെടുക്കാം. ഇതിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല. അതാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്ന് മാത്രം പറഞ്ഞത്. അപ്പോൾ ഇത് നല്ലൊന്ന് പുരട്ടിയിട്ട് നമുക്കൊരു നല്ല അടി കട്ടിയുള്ളൊരു പാത്രത്തിൽ വറുക്കാൻ വയ്ക്കാം. ഒരു 5-6 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഇത് സവാളവും കൂടി വഴറ്റാനുള്ള ഒരു എണ്ണയാണ്. അപ്പോൾ ഞാനിതിലേക്ക് മുട്ട ഇട്ടെടുത്തു. ചെറിയ തീയിൽ വേണം നമ്മളിത് വെച്ച് വറുക്കാൻ. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് 2 മിനിറ്റ് 3 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയം കൊണ്ട് നമുക്കൊരു മീഡിയം സൈസിലുള്ള വലിയ സവാള കട്ട് ചെയ്തെടുക്കാം. അപ്പം നല്ല പൊടിയായിട്ട് ഫൈനായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഞാനെടുത്ത് മാറ്റുകയാണ്. ഇതപ്പോൾ നല്ല മുളകൊക്കെ ഇങ്ങനെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കൂടുതൽ സമയമുണ്ടെങ്കിൽ മുട്ട ഹാർഡായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ മുട്ട എല്ലാം മാറ്റി കൊടുത്തിട്ട് അതിലേക്ക് 2 പച്ചമുളക് ഞാൻ അരിഞ്ഞത് ഇടുകയാണ്. റൗണ്ടിൽ അരിഞ്ഞ് ഇടാൻ ശ്രദ്ധിക്കുക. നീളത്തിലാണെങ്കിൽ അതൊരു കഷ്ണം പോലെ കിടക്കും. ഇതങ്ങനെ അലിഞ്ഞ് പോയിക്കോളും. അപ്പോൾ ഇതിലേക്ക് ഞാൻ വലിയ ഉള്ളി ഇടുകയാണ്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 4 വലിയ ഉള്ളിയാണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരുന്നത്. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം വെച്ച് മെല്ലെ വഴറ്റിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്നാവും. ഒരു 3-4 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ കുറച്ച് സമയം കൊണ്ടാവും. അപ്പോൾ ഈ സമയം നമ്മൾ വേസ്റ്റ് ചെയ്യാതെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി എടുക്കാം. പിന്നെ ഒരു 3 മീഡിയം സൈസിലുള്ള അധികം പഴുക്കാത്ത തക്കാളി ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. തണ്ടൊക്കെ നന്നായി കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അധികം പഴുക്കാത്ത തക്കാളി ആകുമ്പോൾ ആ ഞെട്ടിൻ്റെ അവിടെ നല്ലൊരു ബലം ഉണ്ടാകും. അപ്പോൾ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് നല്ല അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളി ഓരോ ടീസ്പൂണ് ചേർക്കുന്നുണ്ട്. അതായത് ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് ടേബിൾ സ്പൂണാണ്. അതിൻ്റെ ഒരു 1/4 ഭാഗമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായി ഒന്ന് വഴറ്റിയിട്ട് പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് തക്കാളി അരച്ചത് ചേർക്കാം. നല്ല തക്കാളി നന്നായി അരിഞ്ഞു വരണം. കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നല്ല തക്കാളി പേസ്റ്റ് നമുക്ക് ചേർത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് വെള്ളം വറ്റി ഒന്ന് എണ്ണ തെളിയുന്നവരെ ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ മിക്സിൻ്റെ ജാറിൽ തന്നെ ഒരു 150 മില്ലി പുളിയില്ലാത്ത തൈര് അടിച്ചെടുക്കാം. തൈര് നമ്മൾ അടിക്കാതെ ചേർക്കുകയാണെങ്കിൽ നന്നായി വെള്ളം വറ്റണം. നമ്മൾ തക്കാളിൻ്റെ വെള്ളം നല്ല വറ്റി വന്നതിന് ശേഷം ശരിക്കും നല്ല ഒട്ടും വെള്ളമില്ലാതെ ചമ്മന്തി രൂപത്തിൽ ഒട്ടും വെള്ളം നല്ല എല്ലാ എണ്ണയും തെളിഞ്ഞു വരണം. ഇല്ലെങ്കിൽ കറിയൊരു പിരിഞ്ഞ രൂപത്തിലായി പോകും. ഈ തൈരിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ഇതിൽ താഴെ പെരിഞ്ജീരകപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, തക്കാളിൻ്റെയും തൈരിൻ്റെയും പുളിക്ക് അനുസരിച്ച് മാത്രമേ നമ്മൾ തൈര് എടുക്കാൻ പാടുള്ളൂ. ഞാൻ പുളിയില്ലാത്ത തൈരാണ് 150 മില്ലി എന്ന് പറഞ്ഞത്. ഇത് നല്ല ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് വെച്ച ശേഷം നമുക്ക് തക്കാളിത്തെ വെള്ളം എല്ലാം വറ്റി നല്ല ഏകദേശം എണ്ണ തെളിഞ്ഞു വരുന്ന രൂപത്തിൽ ഈ മിക്സ് ഒഴിച്ചെടുക്കാം. ഈ മിക്സ് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് തിളച്ചാൽ നമ്മുടെ ഗ്രേവി ഏകദേശം റെഡിയാവും. അപ്പോൾ ഇതിലത്തെ തക്കാളിത്തെ വെള്ളം എല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈരിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകൾ വശത്ത് ഇങ്ങനെ കസ്തൂരി മേത്തി വിതറി കൊടുക്കാം. ഞാൻ ഇത്ര നേരം ഇതിൽ ഉപ്പിട്ടിട്ടില്ല. അതിന് കാരണം നമുക്ക് കറീൻ്റെ അളവ് പൂർണ്ണമായ ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്രയാണോ ഉപ്പുള്ളെങ്കിൽ അത് കറക്റ്റായിട്ട് വരും. ഇല്ലെങ്കിൽ ഓരോ സമയത്ത് ഇന്നതിന് പറഞ്ഞിട്ട് ഉപ്പിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ 3/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറിയെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കസ്തൂരി മേത്തി ഒന്ന് മുകളിൽ വിതറി ഇടാം. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് മുട്ട ഇട്ടെടുക്കാം. കസ്തൂരി മേത്തി കൂടുതൽ ഇടാൻ പാടില്ല. 2 വിരലും കൊണ്ട് നമുക്ക് എത്രയാണോ കിട്ടുന്നത് അത്ര ഇട്ടെടുത്താൽ മതി. ഇനി നിങ്ങളുടെ കയ്യിൽ കസ്തൂരി മേത്തി ഇല്ല എങ്കിൽ അത് ഇട്ടെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഏകദേശം കുറുകിയ കറിയായിട്ടുണ്ട്. ഇത്ര തിക്നെസ് മതി നിങ്ങളുടെ കറിക്കെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ മുട്ടയിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയൊക്കെ ഇട്ടിട്ട് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് മുട്ട ഇട്ടിട്ട് മുകളിൽ മല്ലിയില ഇട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഇറക്കി വയ്ക്കുന്നത്. മല്ലിയിലയും കൂടി അതിൽ അങ്ങനെ അലിഞ്ഞു പോയിക്കോളും. നിങ്ങൾ വിളമ്പുന്ന നേരത്താണ് ഡയറക്റ്റായിട്ട് ഇനി വിളമ്പുന്ന നേരത്താണെങ്കിൽ മല്ലിയില നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് മേലെ തൂവി കൊടുത്തിട്ട് അങ്ങനെ ഇറക്കി വയ്ക്കാം.
അപ്പോൾ കുറച്ച് പുതിന ഇടാം, ഒരു 2-3 ഇല ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസിലാണ് അപ്പോൾ മല്ലിയില ഇവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. പുതിന അങ്ങനെ തന്നെയാണ്. എന്നിട്ട് ഇതൊന്ന് നല്ല ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വറ്റി വന്നതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് തിളച്ചതിന് ശേഷം ഞാൻ ഇത് ഇറക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഇതിലത്തെ സൈഡിലത്തെ മസാലയൊക്കെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കുറുകിയല്ലോ, അധികം വെള്ളമില്ലാത്ത ഗ്രേവി ആയതുകൊണ്ട് ഈ സൈഡിലൊക്കെ പിടിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് താഴേക്കാക്കി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഇത് നമുക്ക് വിളമ്പാൻ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് വിളമ്പണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇട്ടാൽ മതി. ഇത് അത്രയും കട്ടിയുള്ള ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്ര കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിനനുസരിച്ച് ഇതിൽ ഗ്രേവി കൂട്ടാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. അടുത്ത വീഡിയോക്കായിട്ട് വെയിറ്റ് ചെയ്യുക. താങ്ക് രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് ഇളക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷമാണ് ഞാൻ ഇത് വിളമ്പാൻ പോകുന്നുള്ളൂ. അപ്പോൾ അത് അങ്ങോട്ട് അലിഞ്ഞ് അതിൻ്റെ കൂടെ ഗ്രേവിക്ക് അങ്ങോട്ട് തിക്നെസ് കൂടിയിട്ട് നല്ല കട്ടിക്ക് വരും. പിന്നെ നമുക്ക് വിളമ്പുമ്പോൾ കുറച്ച് മുകളിൽ 2 ഇലയൊക്കെ വെച്ച് കൊടുത്തിട്ട് വിളമ്പാം.